ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ നിർമ്മല വചനം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നാം ദൈവത്തിൻ്റെ വചനം കേൾക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് നല്ല രീതിയിലാണോ, ശരിയായ നിലയിലാണോ വ്യാഖ്യാനിക്കുന്നത് എന്ന് ഉള്ളതിനെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല, ചിലർ ചിന്തിക്കാറുണ്ട്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കനായി നിൽക്കേണ്ടതിന് ശ്രമിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തെ ഞാനിപ്പോൾ ഓർക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരാലോചനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്നിട്ട് അതിനെ അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുവാനുള്ള ചുമതല നിങ്ങൾക്കാണുള്ളത്. ഞാൻ ഇതിനെ വളരെയധികം ഗഹനമായി ചിന്തിച്ച് നിങ്ങളോട് വചനത്തെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഒരു പ്രധാന വിഷയമാണ് നാം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് പ്രയോജനമാണ്, നല്ലതാണ്, മറ്റുള്ളവർ കേൾക്കുന്നത് അനുഗ്രഹപ്രദമാണ് എന്ന് തോന്നിയാൽ ഈ പാഠഭാഗവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുവാൻ നിങ്ങളെ ദയവായി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ഭാഗം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ ദൈവമേ നല്ല സമയത്ത് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം ശക്തിയോടെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ അത് കടന്നു ചെന്ന് ജനം വിടുതലും ആശ്വാസവും സമാധാനവും പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഈ വചനം ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവമേ, അതിൽ വലിയ ആഴമായ സത്യങ്ങളുണ്ട്. കർത്താവേ, അത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തുമാറാകണമേ. ഞങ്ങൾ അത് ഗ്രഹിക്കേണ്ടും വണ്ണം ഗ്രഹിക്കുവാൻ കൃപ തരണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഞാൻ യേശു വീണ്ടും വരുമോ എന്നൊരു പുസ്തകം എഴുതി. അതിൻ്റെ ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ ചരിത്രം എഴുതേണ്ടതായിട്ട് വന്നു. അതിന് കാരണം ഈ വേദപുസ്തകം സത്യമാണോ എന്ന് ഒരിക്കൽ ബ്രൂഷ്യയിലെ ഫ്രെഡറിക് ചക്രവർത്തി ചാപ്ലയനോട് ചോദിച്ചു. അപ്പോൾ ചാപ്ലയൻ പറഞ്ഞതായ മറുപടി യഹൂദൻ എന്നാണ്. ഈ വേദപുസ്തകം സത്യമാണ് എന്നുള്ളതിന് ഒരു മാറ്റമില്ലാത്ത തെളിവാണ് യഹൂദൻ. യഹൂദൻ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. BC 614 ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദനെ രാജ്യം വിട്ടു പോകേണ്ടതായ ഒരു അവസ്ഥയുണ്ടായി. 1948 മെയ് മാസം വരെ 2005
552 വർഷം അവർ പാലായനം ചെയ്ത് ദേശമില്ലാതെ രാജ്യമില്ലാതെ അലഞ്ഞു നടക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ പ്രധാന കാരണം ഇസ്രായേലിൻ്റെ അനുസരണക്കേടാണ്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തതുകൊണ്ടാണ് ആദാമിനും ഹവ്വയ്ക്കും ഏദെൻ തോട്ടത്തിൽ നിന്നും പുറത്താകേണ്ടതായിട്ട് വന്നത്. അതുപോലെ തന്നെ ജനം പലപ്പോഴും ദൈവത്തെ അനുസരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ദൈവത്തിന് അവരെ ശിക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പന് മക്കളോട് സ്നേഹം തോന്നുമ്പോൾ തന്നെ അവർ നല്ല വഴിക്ക് പോകണമെന്നുള്ളതായ ശിക്ഷണവും കൊടുക്കാറുണ്ട്. അത് മാതാപിതാക്കൾ ചെയ്യുന്നതായ ഒരു കാര്യമാണ്. തൽക്കാലം ശിക്ഷാവിധി ഭാരമുള്ളതാണ് എങ്കിലും ശിക്ഷിക്കാതിരിക്കുന്നത് കൗരുടയന്മാരാണ്, അപ്പന്മാരല്ല എന്നുള്ളതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ എന്തിന് ദൈവത്തിന് ശിക്ഷിക്കണം എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ശിക്ഷ തൽക്കാലം പ്രയാസകരമാണെങ്കിലും അത് അഭ്യാസം തികഞ്ഞവർക്ക് അത് പ്രയോജനമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ 2562 വർഷം അവർ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉഴന്ന് നടന്നു. എന്നിട്ടും അവരെ ദൈവം സ്നേഹിച്ചു, അവരെ ചേർത്തുകൊണ്ടു. അവരെ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ന് ആക്കി വച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സെഫന്യ പ്രവചനത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, നിങ്ങളുടെ പ്രവാസികളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദന്മാർ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേൽ ചിതറിപ്പോയിട്ടും 2562 വർഷം അവർ പാലായനം ചെയ്ത് വിവിധങ്ങളായ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും ദൈവം അവരെ ചേർത്തുകൊണ്ടു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, നിങ്ങൾ തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എൻ്റെ ദേശത്ത് നിന്ന് ഞാൻ അവരെ പറിച്ചു കളയും. എൻ്റെ നാമത്തിനായി ഞാൻ വിശുദ്ധീകരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സകല ജാതികളുടെയും ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസവും ആക്കി തീർക്കും. ശലോമോൻ ആലയം പണിതു. വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തു തീർത്തത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. കണക്കുകൾ ഏകദേശം പറയുന്നത് 350 ടൺ സ്വർണമാണ് ഈ ദേവാലയം പണിയുന്നതിന് ഉപയോഗിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. 7 വർഷം കൊണ്ട് പണിതതായ വെട്ടിത്തിളങ്ങുന്ന മാർബിളുകൾ കൊണ്ട് കല്ലുകൾ ഉണ്ടാക്കി. മാർബിൾ കല്ലുകൾ കൊണ്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയ കുംഭങ്ങൾ 35 അടി നീളവും 12 അടി വീതിയും 18 അടി ഘനവുമുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിൽ ലോകത്തിലെ തന്നെ
അത്ഭുതമായിരുന്നു ജെറൂശലേം ദേവാലയം. ഇതിൽ യഹൂദന്മാർ എന്നും ഊറ്റം കൊണ്ടിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതിൻ്റെ കല്ലുകളെ ഒന്ന് നോക്കണമേ എന്ന്. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ടത് ചെയ്തിരുന്നു. ജെറൂശലേം എന്ന് പറയുന്ന സ്ഥലം വെറും 10 ഏക്കർ മാത്രം വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ്. 1250 അടി നീളവും 400 അടി വീതിയുമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ഥലമാണ് ഈ ജെറൂശലേം ദേവാലയം. ദൈവം ശലോമോനോട് പറഞ്ഞു, ശലോമോനെ, നീ നല്ല പള്ളിയൊക്കെ പണിയുന്നത് ശരി തന്നെ, നല്ലത് തന്നെ. പക്ഷേ എൻ്റെ കൽപ്പനകളെ നീ എപ്പോഴാണോ ത്യജിച്ച് കളയുന്നത്, അപ്പോൾ ഞാൻ ഇതിനെയും ത്യജിച്ച് കളയും. ഇതിനെ ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് വില പിടിക്കാൻ കഴിയാത്ത വണ്ണം അത്രയ്ക്ക് വില പിടിപ്പുള്ളതായിരുന്നു അത്. വിലമതിക്കാനൊക്കാത്ത ഒരു സൗധം. വെറും 400 വർഷം മാത്രമേ അതിന് നിലനിൽക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഇത് പണിതതിൻ്റെ അടിസ്ഥാനം വരെ തോണ്ടുവാനുള്ളതായ കാരണം, അടിസ്ഥാനം ഇട്ടപ്പോൾ സ്വർണം കൊണ്ടായിരിക്കാം അടിസ്ഥാനം ഇട്ടതെന്ന് തീത്തോസ് കൈസർ വിചാരിച്ചു. അപ്പോൾ തീത്തോസ് കൈസറിൻ്റെ കാലത്ത് അത് നാമാവിശേഷമാക്കുവാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്ത അതായിരുന്നു. 8 പ്രാവശ്യമാണ് ഈ ദേവാലയം ഒന്നിനു പിറകെ ഒന്നായി നശിപ്പിച്ചത്. ഈ ദേവാലയത്തിനും അതിൻ്റെ പണികൾക്കും പണികൾക്കും വളരെയധികം വ്യത്യാസവും പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഈ ദേവാലയം നിൽക്കുന്ന സ്ഥലത്താണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലം എന്ന് പറയപ്പെടുന്നു. ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദ് യഹോവ മോറിയ മലയിൽ പ്രത്യക്ഷമായ പർവ്വതത്തിൽ യബൂസ്യനായ ഒർന്നാൻ്റെ കളത്തിൽ ദാവീദ് ഒരുക്കിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. അപ്പോൾ യഹോവയുടെ ആലയം പണിയുന്നത് നേരത്തെ തന്നെ 5 സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്കത് 2 ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതവിടെ കാണുവാനായി കഴിയുന്നു. ഇതൊന്നും യാദൃശ്ചികം സംഭവിക്കുന്നതല്ല. ദൈവത്തിൻ്റെ മുൻ നിശ്ചയപ്രകാരം സ്ഥാപിച്ചതാണ് ഈ സ്ഥലം എന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവന് ഹോമയാഗം കഴിക്കാം എന്നാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. അപ്പോൾ ഈ അബ്രഹാമിന് ധാരാളം മക്കളുണ്ടായിരുന്നു. അതിൽ 1-ാമത്തവൻ ഇസ്മായേലാണ്, 2-ാമത്തവൻ ഇസഹാക്കിനെയാണ് വാഗ്ദത്ത സന്തതിയായി ദൈവം തിരഞ്ഞെടുത്തത്. സാറ പ്രസവിച്ച മകൻ എന്നുള്ള നിലയിൽ ഒരേ ജാതൻ, ഏകജാതൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. മറ്റ് മക്കളെ ഒന്നും ആ നിലയിലല്ല അറിയപ്പെടുന്നത്. ഇസ്മായേലെ മകനാണെങ്കിലും അത് ദാസിയുടെ മകനാണ്. ഹാഗർ പ്രസവിച്ചതായ മകനാണ്. അവന് ആ പ്രാധാന്യം ദൈവം കൊടുത്തിട്ടില്ല. ദൈവം പറഞ്ഞത്, നിൻ്റെ ഏകജാതനായ മകനെ തന്നെ നീ യാഗം കഴിക്കണം. അപ്പോൾ അവിടെ ഒരു അർത്ഥമുള്ളത്, നിൻ്റെ മകനെ യാഗം കഴിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അബ്രഹാം ഇസ്മായേലിനെ കൊണ്ട് യാഗം കഴിക്കുമായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വളരെ വ്യക്തമായി ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന
ഇസഹാക്കിനെ പിടിച്ചുകൊണ്ടുവന്ന് മോറിയ മലയിൽ യാഗത്തിന് വേണ്ടി കടന്നു ചെന്ന്, ഇതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. യെരുശലേം നിൽക്കുന്ന സ്ഥലം ഇതേ സ്ഥലത്താണ് എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ആ സ്ഥലത്തിന് പിന്നെയും പ്രത്യേകതകളുണ്ട്. സങ്കീർത്തന പുസ്തകം 85:10 ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് കാണുന്ന സ്ഥലത്താണ് ഈ യാഗപീഠം ഈ ജെറുസലേം ദേവാലയം പണിതിരിക്കുന്നത്. അതായത് ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു എന്നും ഇതൊരു യഹൂദ്യ കഥയാണ്. ആ 2 മക്കൾ ജ്യേഷ്ഠനും അനുജനും ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം മൂത്തവൻ ഇളയവനെ കൂടുതൽ സ്നേഹിച്ചു, ഇളയവൻ മൂത്തവനെ അവനേക്കാൾ സ്നേഹിച്ചു. അങ്ങനെ അവൻ്റെ ധാന്യങ്ങൾ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് മൂത്തയാൾ വിചാരിച്ചു ഇളയ ആൾക്ക് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് രാത്രിയിൽ അവൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം കൂടെ എടുത്ത് ഇളയവൻ്റെ കളപ്പുരയിൽ കൊണ്ടുപോയി ഇടും. ഇളയവൻ വിചാരിച്ചു ജ്യേഷ്ഠൻ മക്കളും കുട്ടികളും ഉള്ളവനാണ്, അവൻ അതുകൊണ്ട് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് അനുജനും രാത്രി കാലത്ത് ജ്യേഷ്ഠൻ അറിയാതെ ധാന്യങ്ങൾ കൊണ്ടിടുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് രണ്ടും പെരുകി വരുന്നത് എന്ന് അവർക്ക് 2 പേർക്കും അറിഞ്ഞുകൂടാ. ഒരു ദിവസം 2 പേരും വിചാരിച്ചു ഇതെങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന്. അവർ നോക്കിയപ്പോൾ ഒരു ദിവസം 2 പേരും കൂടെ ഇങ്ങനെ ധാന്യങ്ങൾ ചുമപ്പിച്ചുകൊണ്ട് പോകുന്നത് കണ്ട സ്ഥലമാണ്. ഏത് സ്ഥലത്താണോ 2 പേരും കണ്ടുമുട്ടിയത് അതേ സ്ഥലത്താണ് ജെറുസലേം ദേവാലയം പണിതിരിക്കുന്നത്. അവർ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നു. ഞാൻ ചുരുക്കമായി പറയുന്നതേ ഉള്ളൂ. ദാവീദ് ഒരിക്കൽ ഒരു ഭോഷത്വം കാണിച്ചു. അത് 1 ദിനവൃത്താന്തം 21:24 പറയുന്നു. അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ സ്ഥലമാണ് ഈ പ്രത്യേക സ്ഥലം എന്ന് പറയുന്നത്. BC 975 ദേവാലയം ശലോമോൻ പണിയുന്നത്. അതിന് 90 അടി നീളവും 30 അടി വീതിയും മണ്ഡപത്തിന് 180 അടി ഉയരവുമുള്ള മനോഹരമായ സൗധം. അതിൻ്റെ മുകളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു. ഇത് കാഴ്ചയ്ക്ക് വളരെ മനോഹരവും വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ സൗധം കാണുവാനായിട്ട് ഇടയായിത്തീരും. ഈ BC 516 ദാര്യാവേശിൻ്റെ കൽപ്പനയാൽ സെരുബാബേൽ ഇതിനെ പിന്നെയും പുതുക്കി പണിതു. BC 440 നെഹമ്യാവ് മതിൽ പണിതു. BC 168 എപ്പിഫാനസ് ആലയം തകർത്തു. BC 20 തുടങ്ങി AD 62 ഹേരോദാവ് ആലയം പുതുക്കി പണിതു. BC 4 യേശു ജനിക്കുന്നതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. യെരുശലേമിന് 60-ലധികം പേരുകളാൽ വേദപുസ്തകത്തിൽ പറയപ്പെടുന്നു. 60-ലധികം പേരുകൾ അതിന് ഉണ്ട്, സിയോണെന്നും മറ്റുമൊക്കെ. അത് ജെറുസലേം സമാധാനത്തിൻ്റെ നഗരമാണ്. അറബികൾക്ക് അൽ കുസ്ത അൽ ഷെറീഫ എന്നാണ് അവർ പറയുന്നത്. റോമാക്കാർക്ക് കാപ്പിത്തോളിന എന്നാണ് അതിൻ്റെ പേര്. സെപ്റ്റുവജൻറ്റിൽ ഐറോസലേം എന്ന് പറയുന്നു. അങ്ങനെ ഈ യെരുശലേമിന് വളരെയധികം
പ്രാധാന്യത വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. ഇത് ചാവുകടലിൽ നിന്ന് 14 മൈൽ പടിഞ്ഞാറും സമുദ്രനിരപ്പിൽ നിന്ന് 1550 അടി പൊക്കത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10 ഏക്കർ സ്ഥലം ആണ് അതിൻ്റെ വിസ്തീർണത. 1250 അടി നീളവും 400 അടി വീതിയുമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥലമാണ്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ഭാര്യ ഹെലീനയുടെ പ്രേരണയാൽ ദേവാലയം വീണ്ടും പണിതു. AD 614 പേർഷ്യക്കാർക്ക് പട്ടണം പിടിച്ചെടുത്തു. 60,000 ക്രിസ്ത്യാനികളെ കൊന്നു. AD 637 കാലിഫ് ഉമറും AD 1071 സെൽജൂക്കും പട്ടണം കീഴടക്കി. AD 1099 കുരിശ് യുദ്ധങ്ങൾ നടന്നു. AD 1517 മുതൽ 1917 വരെ 400 വർഷം ഓട്ടോമൻ തുർക്കികളാണ് ഈ പട്ടണം ഭരിച്ചിരുന്നത്. അപ്പോൾ BC 614 യഹൂദന്മാരെ നെബൂഖദ്നേസറിൻ്റെ കാലത്ത് അവിടുന്ന് അവർ കീഴടങ്ങുകയും അവിടെ മുതൽ അവർ പ്രയാണം ആരംഭിക്കുകയും ചെയ്തു. യഹൂദന്മാരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചിലപ്പോൾ ചിന്തിക്കും ഇവർ കൊള്ളക്കാരാണ്, കള്ളന്മാരാണ്, ഇവർ എല്ലാവരെയും അടിച്ചു ഒതുക്കുന്നു എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ അവരനുഭവിച്ച യാതനകൾ എണ്ണി പറഞ്ഞാൽ ഇത് 10-100 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത വിധം യാതനകളാണ് യഹൂദന്മാർ അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. AD 7 യേശു ജനിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ അതുമുതൽ ഹേരോദാവ് തുടങ്ങി എല്ലാവരും കണ്ണിൽ കണ്ടതുപോലെ കയ്യിൽ കിട്ടിയതുപോലെ യഹൂദനെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങി. AD 325 കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടിയാണ് ക്രിസ്ത്യാനികൾക്ക് വലിയ പുരോഗതി ഉണ്ടായത്. 325 മുതൽ ക്രിസ്ത്യാനിത്വം രാജകീയ മതമായി രൂപാന്തരപ്പെട്ടു. ഇതുമുതൽ ക്രിസ്ത്യാനികൾ ഭയങ്കരമായ പൗരോഹിത്യം, അതുമുതലാണ് പാസ്റ്ററെ പാപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത്. ദൈവവചനം പഠിപ്പിക്കുന്ന ഒരുത്തനെയും അപ്പ എന്ന് വിളിക്കരുത്. സ്വന്തം അപ്പനെ പോയിട്ട് ആരെയും ആ പേരിന് യോഗ്യരല്ല, ദൈവം മാത്രമാണ് യോഗ്യനെന്ന്. പക്ഷേ ഇന്ന് പാപ്പമാർ ധാരാളം ഉണ്ട്. എല്ലാ അച്ഛന്മാർ തന്നെ എല്ലാം പിതാക്കന്മാരും തന്നെ ആക്കി തീർത്തു. അത് AD 325 മുതലാണ് ഇങ്ങനെ ആക്കി തീർത്തത്. അതുവരെയും ഒരു പള്ളിയിലും ഒരു വിഗ്രഹം ഉണ്ടായിരുന്നില്ല. 325 ഇതിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ പറയപ്പെടുന്നത് വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം ജാതീയ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി കുസ്തന്തിയൂസ് ചക്രവർത്തിയുടെ ആരാധന സ്ഥലങ്ങളിലൊക്കെ ധാരാളം ദൈവങ്ങളുണ്ടായിരുന്നു. ആൺ ദൈവങ്ങളും പെൺ ദൈവങ്ങളും ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നതിനെ ക്രിസ്തുമതം ആയപ്പോൾ അത് ക്രിസ്ത്യാനികൾക്കും ബാധകമാക്കി മാറ്റി. പെൺ ദൈവം ഇല്ലല്ലോ എന്നുള്ള ഒരു കുറവ് നികത്തിക്കൊണ്ട് മറിയയെ ദൈവമാക്കി മാറ്റി. അങ്ങനെ
ക്രിസ്ത്യാനിത്വം വികൃതമായി മാറി. നൂറ്റാണ്ടുകൾ കൊണ്ട്, സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനിത്വം പിന്നെ വികൃതമായി മാറി. സ്ത്രീകൾക്ക് പെൺദൈവമായി, ആണുങ്ങൾക്ക് ആൺദൈവമായി. അതൊക്കെ വലിയ വിഷയങ്ങൾ പിന്നെയും നമുക്ക് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കത്തക്കതായ വിഷയങ്ങളാണ്. യേശു യഹൂദന്മാരുടെ വംശത്തിലാണ് ജനിച്ചു എന്നുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികൾ യഹൂദനെ നശിപ്പിക്കാൻ തുടങ്ങി. ഏത് വിധത്തിലൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയെല്ലാം നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് യഹൂദന്മാരെ ക്രിസ്ത്യാനികൾ തന്നെ കൊന്നൊടുക്കി. പോപ്പിൻ്റെ നിർദ്ദേശപ്രകാരം യഹൂദനെ കൊല്ലുന്നത് ക്രിസ്ത്യാനിക്ക് ഒരു നേട്ടമായിട്ട് അവർ കണക്കാക്കി. ഇന്ന് മുസ്ലിങ്ങൾ മറ്റുള്ളവരെ കൊല്ലുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ പോപ്പ് പറഞ്ഞു, ഒരു യഹൂദനെ കൊന്നാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് വരെ പറഞ്ഞ് മോക്ഷത്തിൻ്റെ ചീട്ടടിച്ച് പ്രസിദ്ധീകരിക്കുവാനായിട്ടിടയായിത്തീർന്നു. 8-ാം നൂറ്റാണ്ടിലായപ്പോഴേക്കും 1,60,000 യഹൂദന്മാരാണ് പോപ്പിൻ്റെ സൈന്യത്താൽ കൊല്ലപ്പെട്ടത്. 1100 മുതൽ 1250 വരെ യെരുശലേമിൻ്റെ മോചനത്തിനായി 8 കുരിശ് യുദ്ധങ്ങൾ നടന്നു. യെരുശലേം ക്രിസ്ത്യാനിയുടെ വകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 8 കുരിശ് യുദ്ധങ്ങൾ നടക്കുവാനിടയായിത്തീർന്നു. ഈ പെൺദൈവങ്ങൾ ആലയത്തിൽ കയറ്റിയപ്പോൾ മുസ്ലിങ്ങൾ ചിന്തിച്ചു, നമുക്ക് ഏക ദൈവമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊരു മതം ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കിയതാണ് മുഹമ്മദീയ മതം. അവർ ഇസ്മായിലിൻ്റെ സന്തതികളായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവരും രൂപം കൊള്ളുവാനിടയായിത്തീർന്നത്. പെൺദൈവങ്ങളും സ്ഥാനം പിടിച്ചു. ദൈവത്തിന് മാതാവുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനില്ല. ദേവമാതാവെന്നാണ് മറിയയെ വിളിക്കുന്നത്. മറിയ നമ്മുടെ ഒരു സഹോദരിയാണ്, ഒരു അമ്മുമ്മയാണ്, ഒരു വീട്ടമ്മയാണ്, യോസെഫിൻ്റെ ഭാര്യയാണ്, 6 മക്കളുടെ അമ്മയാണ്. ഇതെല്ലാം മറച്ചു വച്ചിട്ട് വളരെ വ്യക്തമായി ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ അത് തന്നെ ക്രിസ്തീയ വിഭാഗത്തിലും കടന്നു വന്നു എന്നുള്ളത് ആശ്ചര്യകരമായ കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം പോപ്പ് അപ്പൻ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ മുകളിൽ വിലസുന്നു. ഇതിനെ എല്ലാത്തിനും നമുക്ക് പറയാനൊന്നുമില്ല, നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ന്യായം വിധിക്കുന്നത് ദൈവമാണ്. ന്യായവിധി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ആ ന്യായവിധി ദിവസത്തിൽ ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം നിൽക്കേണ്ടി വരും. അന്ന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടിയും വരും. യെരുശലേമിൻ്റെ മോചനത്തിന് ഓരോ യൂറോപ്യനും കടപ്പെട്ടവരാണെന്ന് പോപ്പ് പറഞ്ഞു. കുരിശ് യുദ്ധത്തിൽ മരിക്കുന്ന ക്രിസ്ത്യാനിക്ക് നേരിട്ട് സ്വർഗത്തിൽ പ്രവേശനമുണ്ട് എന്ന് പോപ്പ് പ്രഖ്യാപിച്ചു. കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്കും അവരുടെ മക്കൾക്കും കുടുംബത്തിനുമെല്ലാം വലിയ ആനുകൂല്യങ്ങൾ നൽകി. മരിച്ച അതായത് പട്ടാളക്കാർ, യഹൂദനെ കൊല്ലുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പട്ടാളക്കാർ മരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് പൂർണ്ണ സംരക്ഷണം പോപ്പ് നൽകി. 1290 യഹൂദനെ ഇംഗ്ലണ്ടിൽ നിന്നും നാട് കടത്തി. 1648 പോളണ്ടിൽ യഹൂദനെ കൂട്ടക്കൊല ചെയ്തു. എന്നു വേണ്ട, യഹൂദനെ ഒരടിമയായി വാങ്ങുന്നതിന് പോലും ആളില്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് അടിമക്കച്ചവടം ഉണ്ടായിരുന്നു.
അപ്പോൾ യഹൂദനിങ്ങനെ ചിതറിപ്പാർക്കുന്നവരായി മാറി. ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ പോളണ്ടിലോ ഒന്നും യഹൂദന് താമസിക്കാൻ കൊടുത്തില്ല. എന്നാൽ ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് എറണാകുളത്ത് മട്ടാഞ്ചേരിയിലും അവരുടേതായ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും യഹൂദന്മാരുടെ കോളനികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അന്ന് ക്രിസ്തീയ രാജ്യങ്ങളെന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തും യഹൂദനെ പാർക്കാൻ അനുവദിച്ചിരുന്നില്ല. യഹൂദന് ഒരു പ്രത്യേകതയുമുണ്ട്. അവരുടേതായ സംസ്കാരത്തിന് വ്യത്യാസമുണ്ട്. അവരെ യഹോവയല്ലാതെ ആരാധിക്കാത്തവരാണ്. മറ്റൊരു ആളുകളുടെ മുൻപിലും അവർ മുട്ടുകുത്തുകയില്ല. അവർ യഹോവയുടെ മുൻപിൽ മാത്രമേ മുട്ടുമടക്കുകയുള്ളൂ. അന്നും ഇന്നും അവർ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോൾ യഹൂദൻ ഇങ്ങനെ BC 614 തന്നെ ചിതറപ്പെട്ടവരായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. അതായത് ദൈവം പറഞ്ഞു, നീ അന്യ ദൈവങ്ങളെ സേവിക്കരുത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. ഇതൊക്കെ ദൈവം പറഞ്ഞു ശബത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. പക്ഷേ ശലോമോൻ അത് ചെയ്തില്ല. അവൻ അനേക ഭാര്യമാരെ എടുത്തു, വിജാതീയ ഭാര്യമാരെ വിവാഹം കഴിച്ചു. അവൻ്റെ വീട്ടിൽ, അതായത് കൊട്ടാരത്തിൽ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു. വിജാതീയ ഭാര്യയെ എടുത്ത് വിജാതീയ ബിംബങ്ങളെ ഉണ്ടാക്കി വച്ച് ആരാധിച്ചു. ഇതെല്ലാം അവൻ്റെ പേരിലുണ്ടായിരുന്ന കുറ്റങ്ങളായിരുന്നു. ദൈവം പറഞ്ഞു, അങ്ങനെയെങ്കിൽ യെരുശലേമിനെ ഞാൻ ഒരു നിന്ദാ വിഷയമാക്കി മാറ്റും എന്ന് പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത്. യഹൂദൻ 4 പേരും ഒരു വീടില്ലാതെ, ഒരു രാജ്യമില്ലാതെ, അവരുടെ രാജ്യത്തിൻ്റെ കാര്യം ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളോട് പറയാം. ബൈബിളിൽ പറയുന്നതായ അബ്രഹാം എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ്റെ, ബഹുജാതികളുടെ പിതാവിൻ്റെ സന്തതി ഇങ്ങനെ അലഞ്ഞു തിരിയുവാൻ, നട്ടം തിരിയുവാൻ, യാതന അനുഭവിക്കുവാൻ, ഈ പറഞ്ഞതുപോലെയല്ല. ഞാൻ വിശദമായി പറഞ്ഞാൽ ഇത് തീരുകയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്കും ക്രൂരമായ യാതനകൾ അവർ സഹിക്കേണ്ടതായിട്ട് വന്നു. 1498 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ ആദ്യമായി അമേരിക്കയിൽ കാലുകുത്തിയത് യഹൂദനായ ലൂയി ഡി തോമസ് ആയിരുന്നു. അപ്പോൾ അമേരിക്കയിൽ അതിനു മുമ്പും ആളുകളുണ്ടായിരുന്നു, കോളനികളുണ്ടായിരുന്നു. റെഡ് ഇന്ത്യക്കാർ പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോളനികളെല്ലാം 13 കോളനികളുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് അമേരിക്ക എന്ന രാജ്യം സ്ഥാപിതമായത്. അതിനു മുമ്പ് വെള്ളക്കാരെല്ലാം അവിടെ താമസിച്ചിരുന്നത് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരാണ്. വെള്ളക്കാർ, യൂറോപ്യന്മാർ വന്ന് താമസിച്ചവരാണ്. ഇന്ന് കുടിയേറി പാർത്തവരാണ് അമേരിക്കക്കാർ. അല്ലാതെ അമേരിക്കയിലുള്ളവരെല്ലാം കറുത്ത വർഗ്ഗക്കാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ അമേരിക്കയിൽ ലൂയി തോമസ് കാലുവെച്ചതും അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. നമുക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ തന്നെ മുട്ടുസൂചി മുതൽ ആറ്റം ബോംബ് വരെ കണ്ടുപിടിക്കാൻ ദൈവം ബുദ്ധി കൊടുത്തത് യഹൂദന്മാർക്കാണ്. ആറ്റം ബോംബ് കണ്ടുപിടിക്കുമ്പോൾ ഒരു യഹൂദനായ മനുഷ്യനാണ്
അത് കണ്ടുപിടിക്കുവാനിടയായിത്തീർന്നത് ഒരു ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ യഹൂദ കുലത്തിൽപ്പെട്ടവരാണ് എംഗൽസ്, സ്റ്റാലിൻ പോലുള്ളതായ മഹാന്മാരായ വ്യക്തികൾ എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ 1998 മുതൽ 1498 മുതൽ ഇസ്രായേൽ ഒരു രാജ്യമായി തീരണമെന്ന് ഇവരെല്ലാവരും കൂടെ ആഗ്രഹിച്ചു. ഈ അമേരിക്കയിൽ തോമസ് കാലുകുത്തിയതോടുകൂടെ ഇവർക്ക് ഒരു ഐക്യത ഉണ്ടാകണമെന്നുള്ള ചിന്ത അവർക്കുണ്ടായി. 1897 ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടിയിരുന്നതായ യഹൂദന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്ക് ഒരു രാജ്യം വേണം. അത് എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ എങ്ങനെയാണ് രാജ്യം ഉണ്ടാകുക? 1897 ലോകത്തിൽ ആളുകൾ ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് സയണിസം എന്ന് പറയുന്ന, സിയോൻ സംഘം എന്നറിയപ്പെടുന്ന കൂട്ടർ. ഇതിൽ ഡേവിഡ് ബെൻഗൂറിയനായിരുന്നു ഒന്നാമത്തെ അതിൻ്റെ തലവനായി അവർ തിരഞ്ഞെടുത്തത്. ഒടുവിൽ ഇസ്രായേൽ രാജ്യമുണ്ടായപ്പോൾ ഈ ഡേവിഡ് ബെൻഗൂറിയനാണ് ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്തത്. നാം വീണ്ടും ചരിത്രം അല്പം കൂടെ പരിശോധിച്ചാൽ ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തിന് 2 മഹായുദ്ധങ്ങൾ വന്നു? അതിനു മുമ്പ് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല, അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. എൻ്റെ വീക്ഷണത്തിൽ ഇനി ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടായാൽ ഈ ഭൂമി തന്നെ നശിച്ചു പോകും. അതിന് ദൈവം അനുവദിച്ചിട്ടില്ല, ദൈവം അനുവദിക്കുകയുമില്ല. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. യേശു രണ്ടാമത് വരണം. അല്ലെങ്കിൽ ബൈബിൾ ശരിയല്ല എന്ന് പറയേണ്ടി വരും. 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുകയില്ല. ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന ആളുകൾ ആരെങ്കിലും പറഞ്ഞാലോ അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് 3-ാം ലോകമഹായുദ്ധം. ഇവിടെ യേശു ക്രിസ്തു വന്ന് 7 വർഷം ഇവിടെ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലം ഉണ്ടാകും. പിന്നെ 1000 ആണ്ട് കർത്താവ് വാഴും. അതും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ന്യായവിധി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കും. ദൈവത്തിനതറിയാം. ദൈവത്തിന് ഈ ഭൂമിയെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ ഭൂമിയെ നശിപ്പിക്കാനും ദൈവത്തിനറിയാം. ഈ ശാസ്ത്രം പറയും പോലെ ശാസ്ത്രം പറയുന്നതല്ല, ചില വ്യക്തികൾ പറയുന്നത് പോലെ ഒന്നുമല്ല സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ മനുഷ്യൻ്റെ ഗണനം നിമിത്തം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ചിലതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം, എന്നാലും അതിൻ്റെ ആദ്യന്ത്യം എന്ന് പറയുന്നത് വേദപുസ്തകം തന്നെയാണ്. മറ്റു ഒരു പുസ്തകത്തിനും അത് അവകാശപ്പെടാൻ ഒക്കുകയില്ല. മറ്റ് പുസ്തകങ്ങൾ പറയുമ്പോൾ നമ്മൾ കാണുന്ന രണ്ടാമത്തെ മതമായ മുഹമ്മദീയ മതവും പിന്നെ മറ്റു ധാരാളം മതങ്ങളുണ്ട്, 2000 മതങ്ങളുണ്ട്. അവരുടെ മതഗ്രന്ഥങ്ങളിലൊന്നും ഈ വിഷയങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം സെക്സ്വലാണ്. ഓരോ ദൈവങ്ങൾക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭാര്യമാർ. ഒരു ക്ലൂ പറഞ്ഞാൽ
ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഈ 3 ദൈവങ്ങൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇവർ തമ്മിലും അടി നടന്നിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിവപുരാണത്തിൽ അത് പറയുന്നു. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ തലയെ തന്നെ ശിവൻ അറുത്ത് കളഞ്ഞു. പിന്നെ ഒരിക്കൽ വിഷ്ണുവും പിന്നെ ശിവനും കൂടെ ചേർന്നപ്പോഴാണ് അയ്യപ്പനുണ്ടായതെന്ന് പറയുന്നു. രണ്ടുപേരും ആണുങ്ങളാണ്. പക്ഷേ അവിടെ പറയുന്ന കഥയൊക്കെ വളരെ രസകരമാണ്. കേട്ടോണ്ടിരുന്നാലും വായിച്ചാലും അത് വായിക്കുന്നവർ വായിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ. പക്ഷേ ബൈബിൾ അതല്ല പറയുന്നത്. ദൈവത്തിന് ഭാര്യയുമില്ല. പിന്നെ ശിവൻ്റെ ഭാര്യയെ ബ്രഹ്മാവ് തട്ടിക്കൊണ്ടു പോകാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ കൊണ്ട് അതിപ്പോൾ പറയുന്നില്ല. നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് യഹൂദൻ്റെ കാര്യമാണ്. അതുമാത്രം അല്പമായി ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 2 ലോകമഹായുദ്ധങ്ങൾ, ഒന്ന് 1914 ഉണ്ടായി. ആസ്ട്രിയയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസ് ഫ്രെഡറിക്സിനെ സെർബീനിയക്കാർ 1914 വധിച്ചതോടുകൂടിയാണ് 1-ാം ലോകമഹായുദ്ധം ഉണ്ടായത്. അത് 5 കൊല്ലം നീണ്ടു നിന്നു. അതിൽ സഖ്യകക്ഷികളും നാറ്റോ കക്ഷികളുമുണ്ടായി. 2 ചേരികളായി തിരിഞ്ഞ് ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഇറ്റലി സഖ്യകക്ഷികളും, ജർമ്മനി, ആസ്ട്രിയ, റുമേനിയ, ജപ്പാൻ, ഹംഗറി, ടർക്കി എന്നീ നാശികളായിട്ടും അത് യുദ്ധം ചെയ്യുവാനിടയായിത്തീർന്നു. പക്ഷേ 1-ാം ലോകമഹായുദ്ധം തോൽക്കും എന്നുള്ളതായ രീതി വന്നപ്പോൾ ബ്രിട്ടൻ്റെ രാജാവ് ജോർജ് 5-ാമൻ പറഞ്ഞു, നമ്മൾ തോൽക്കാറായി, ആരെങ്കിലും വെടിമരുന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ തക്കതായ പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യഹൂദൻ ആയ മനുഷ്യൻ അത് കണ്ടുപിടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് കണ്ടുപിടിച്ച് ബാൽഫർ പ്രഭുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്നു. ഈ വെടിമരുന്ന് കണ്ടുപിടിച്ചതിന് പ്രതിഫലം എന്താണെന്ന് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം, അതാണ് ഞങ്ങളുടെ ആവശ്യം, അല്ലാതെ വേറെ ധനപരമായ കാര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്ന് അവർ പറയുവാനിടയായി. അങ്ങനെ 1919 യുദ്ധം അവസാനിക്കുമ്പോൾ സഖ്യകക്ഷികൾ വിജയിക്കുവാനിടയായിത്തീർന്നു. ഇത് നാറ്റോ സഖ്യത്തെ ഭയങ്കരമായി കുഴച്ചു. അത് നിമിത്തമാണ് 2-ാം ലോകമഹായുദ്ധം ഉണ്ടാകുകയും 2-ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി ജർമ്മനിയുടെ തലവനായി ഹിറ്റ്ലർ വരികയും ഹിറ്റ്ലറാണ് പിന്നെ അടുത്ത് 2ാമത് യഹൂദനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ശക്തി. അപ്പോൾ 1-ാം ലോകമഹായുദ്ധം അങ്ങനെ അവസാനിക്കുമ്പോൾ യഹൂദന് ഇസ്രായേൽ രാജ്യത്ത് കാലുകുത്താൻ ഇടം കിട്ടി. പ്രിയ ദൈവമക്കളെ, അടുത്ത ഭാഗം ആയിട്ട് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 1-ാം ലോകമഹായുദ്ധത്തിൽ ഇസ്രായേലിന് കിട്ടിയത് അവർക്ക് 1000 BC 1100
BC 614 നഷ്ടപ്പെട്ട രാജ്യം അവർക്ക് കാലുകുത്താൻ, അവിടെ വസ്തുക്കളൊക്കെ വാങ്ങാൻ, അതുവരെ അവരെ കാലുകുത്താൻ മുസ്ലിങ്ങൾ സമ്മതിക്കുമായിരുന്നില്ല. എന്നാൽ കാലുകുത്താനുള്ളതായ, അവിടെ ചെന്ന് വസ്തുക്കൾ വാങ്ങാനും താമസിക്കാനുമുള്ളതായ ഒരവകാശം അത് ലഭിക്കുവാനിടയായിത്തീർന്നു. അതാണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായത്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, എല്ലാം ചന്തമായും ക്രമമായും ചെയ്യുന്ന ദൈവം, ഞങ്ങൾക്കുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ സ്തോത്രം. ഇസ്രായേലിനെ കുറിച്ച് ചിലത് ഞങ്ങൾക്ക് പഠിക്കുവാനിടയായിത്തീർന്നു. ഞങ്ങളെ തുടർന്നും പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ വരവ് വരെയും നടക്കുന്ന സംഭവങ്ങൾ വേദപുസ്തകത്തിൽ കൃത്യമായി എഴുതി സൂക്ഷിച്ചിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് മൂടി മറച്ചു കൊള്ളണമേ. അപ്പൻ്റെ പൊന്നു പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഭാഗത്ത് രണ്ടാം ലോകമഹായുദ്ധവും അതിൻ്റെ സംഭവങ്ങളും ഇസ്രായേല് രാജ്യം ഇതിൽ പ്രവേശിക്കുന്നതും ഇന്നുവരെയുള്ള കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. ദൈവം അനുവദിച്ചാൽ പിന്നെയും ഒരു ഭാഗത്ത് അബ്രഹാം മുതൽ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾക്ക് ഈ രാജ്യം സ്വന്തമായി ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ചും വിശദമായി ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.